ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഇത് CMI സഭാംഗമായ ഫാദർ ജോർജ് തോട്ടാൻ CMI. മാനസികമായി വെല്ലുവിളി നേരിടുന്ന അനേകം രോഗികൾക്കിടയിൽ നിരവധി വർഷം ശുശ്രൂഷ ചെയ്ത ജോർജച്ചൻ തന്നെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജോർജ് തോട്ടാൻ CMI. എന്നെ എൻ്റെ ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതും ആ വിളിയുടെ ഏറ്റവും അടിസ്ഥാനമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും ദിവ്യകാരുണ്യ സ്നേഹാനുഭവമാണ്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ മുത്തശ്ശി എല്ലാ ദിവസവും തന്നെ എന്നെയും എൻ്റെ അനുജനെയും ദേവാലയത്തിലേക്ക് പുലർച്ചെ തന്നെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുർബാനയ്ക്ക് പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങി 1-2 വീട് കടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു ചേട്ടൻ സൈക്കിളുമ്മ വേഗം വന്നിട്ട് എൻ്റെ അമ്മാമ്മോട് പറയാണ്, വറുതേട്ടനെ ലോറി ഇടിച്ചു, അന്നംകുട്ടിയർത്തിയാരെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പാപ്പനെ ലോറി ഇടിച്ചു എന്നായി പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞോണം അമ്മാമ്മ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ഞാൻ എൻ്റെ അനുജനും കുഞ്ഞു കൈകളുകൊണ്ട് അമ്മാമ്മേനെ താങ്ങിയെങ്കിലും അമ്മാമ്മ നിലത്തായി. അപ്പോൾ അമ്മാമ്മേനെ അവിടുത്തെ അയൽവക്കത്തുള്ള വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോയി. അമ്മാമ്മേനെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് അമ്മാമ്മ ഓർമ്മ തിരിച്ചു വന്നപ്പോൾ പുതമുണ്ടൊക്കെ ശരിയാക്കി അമ്മാമ്മ അന്ന് ആ വീട്ടിലെ തിരുഹൃദയത്തിൻ്റെ പടത്തിൻ്റെ മുമ്പിൽ നിന്ന് 3-4 നെടുവീർപ്പുകളോടുകൂടി പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ പറയില്ലേ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, അറിയാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നെടുവീർപ്പുകളിലൂടെ മാധ്യസ്ഥം വഹിക്കുമെന്ന്. ആ കുഞ്ഞുനാളിലെ ഏറ്റവും തീവ്രമായ ഒരു പ്രാർത്ഥനയുടെ ഒരു അടയാളം, മാതൃക അമ്മാമ്മ എനിക്ക് കാണിച്ചു തന്നു. അതും കഴിഞ്ഞ് അമ്മാമ്മ ഓടി വന്ന എൻ്റെ അമ്മയോട് പറഞ്ഞു, ഡേ നീ വേഗം ചെല്ലേ ആശുപത്രിക്ക്, ഞാൻ കുർബാന കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അപ്പം ഞാനും വിചാരിച്ചത് എന്താ അമ്മാമ്മ അങ്ങനെ അപ്പാപ്പനോട് സ്നേഹമില്ലാണ്ടിട്ടാണോ. ഞാൻ ലൂർദ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് അമ്മാമ്മോട് വാശി പിടിച്ച് പറഞ്ഞു, അപ്പാപ്പൻ്റെ അടുത്തേക്ക് പോവാ അമ്മാമ്മ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മാമ്മ പറഞ്ഞു, കുഞ്ഞുമക്കൾ കുർബാനയിൽ ഈശോയോട് പ്രാർത്ഥിച്ച തമ്പാച്ച അത് കേൾക്കും, അപ്പാപ്പന് പിന്നെ ഒന്നും വരില്ലടാ, നിങ്ങൾ വാ. അമ്മാമ്മ ഞങ്ങളെ റോഡ് ക്രോസ് ചെയ്ത് കടത്തി അന്ന് കുർബാനയിൽ പങ്കെടുപ്പിച്ചു. കുർബാനയിൽ വൈദികൻ തിരുവോസ്തി ഉയർത്തുമ്പോഴൊക്കെ അമ്മാമ്മ ഞങ്ങളോട് ചെവിട്ടിൽ പറഞ്ഞു തന്നു, ദേ തമ്പാച്ചൻ ദൈവത്തോട് പ്രാർത്ഥിച്ചേ അപ്പാപ്പനൊന്നും വരാതിരിക്കാൻ. ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു കേട്ടാ. അപ്പോൾ അപ്പാപ്പനെ ഒന്നും വരത്തില്ല ഈശോയെന്ന് ഞാൻ അന്ന് 3 പ്രാവശ്യം ഈശോനെ അച്ഛൻ കൈകളിൽ എടുത്ത് പൊക്കിയപ്പോഴൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചെന്ന് അപ്പാപ്പൻ ഭയങ്കര സീരിയസാണ്, ICUവിലാണ്. രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പനും അങ്കിളുമാരൊക്കെ ഓടിച്ചാടി നടക്കണു. പക്ഷെ എൻ്റെ അമ്മാമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. അമ്മാമ്മ കയ്യിലൊരു പുളികൊമ്പും പിടിച്ച് എന്തുട്ടാ കൊന്ത പിടിച്ചിട്ട് അവിടെ വരാന്തയിലുള്ള ബെഞ്ചും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അമ്മാമ്മേനെ നോക്കും, ICUവിൻ്റെ വാതിലിൻ്റെ അവിടേക്ക് നോക്കും. പിന്നെ എന്ത് അത്ഭുത എന്ന് പറയാം, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിബ് പൊട്ടിയിട്ടുള്ള, ഷോൾഡർ ബോൺ പൊട്ടിയിട്ടുള്ള അപ്പാപ്പനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ അപ്പാപ്പനെ എന്തൊരു ആരോഗ്യവാനായി എന്നറിയോ. വീണ്ടും മഴയെടുത്ത് വീടിൻ്റെ വശത്ത് നിന്ന് വിറക് കീറുന്നതൊക്കെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഈശോ എന്തൊരു ശക്തിമാനാ. കുർബാനയിലുള്ള ഈശോയോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശോ നടത്തിത്തരും. എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൻ്റെ ആദ്യ പാഠം എനിക്ക് തോന്നുന്നു അതാണ്. അന്ന് മുതലേ എന്ത് പ്രതിസന്ധി വന്നാലും, എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആ ഈശോയുടെ അടുത്തേക്ക് തന്നെ ഓടിച്ചില്ല. ആദ്യം അധികവുമായിട്ടും ഈശോ എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ 12 വർഷം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഒരു അഗതി മന്ദിരം നടത്തുകയായിരുന്നു.
അതിൽ കൂടുതൽ പേരും മാനസിക രോഗമുള്ളവരൊക്കെയാണ്. പലരും അംഗപരിമിതരാണ്, പലർക്കും ബുദ്ധിമാന്യമുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ ഒക്കെ ഒപ്പം ജീവിച്ചപ്പോൾ എൻ്റെ ബലം, എൻ്റെ ആശ്രയം, എൻ്റെ ശക്തി ദിവ്യകാരുണ്യനാഥനായിരുന്നു. എപ്പോഴൊക്കെ പ്രതിസന്ധികൾ നേരിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് എൻ്റെ മക്കളുടെ കൂടെ ആരാധനയുടെ മണിക്കൂറുകൾ 1 മണിക്കൂറാവുമ്പോഴേക്കും ഈശോ എനിക്ക് ഉത്തരം തരും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ മുറ്റത്ത് കളിച്ചും പഠിച്ചും വളർന്നവനാണ്. അവിടെ അൾത്താര ബാലനായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ആ അനുഭവം തീർച്ചയായിട്ടും എൻ്റെ ദൈവവിളിയെ ഏറ്റവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. SSLC പരീക്ഷയുടെ അന്ന് പോലും ഞാൻ കുർബാനയിൽ പങ്കെടുത്തിട്ട് പരീക്ഷയ്ക്ക് പോകാറുള്ളൂ. അങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തിൽ അനുദിനം വളരാൻ കുർബാനയിലൂടെ എനിക്ക് സാധിക്കുമായിരുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ അകന്നൊരു ബന്ധു ഒരു പ്രേമബന്ധത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു അവിശ്വാസിയായിട്ട് ആണ് അടുപ്പമെന്നും കൂടി കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഈശോയോട് ഭയങ്കര വിഷമത്തോടെ എനിക്ക് പറയാൻ തോന്നി, എൻ്റെ ഈശോയെ, എൻ്റെ പെങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പോൾ അവളുടെ അപ്പൻ കുറേ തല്ലിയെന്നും കൂടി കേട്ടപ്പോൾ, അതുപോലെ അവരുടെ വീട്ടിൽ ഭയങ്കര വിഷമവും പ്രയാസമായി എന്നൊക്കെ കേട്ടപ്പോൾ, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വേഗം പള്ളിയിലേക്ക് ഓടി. ഞാൻ ഉച്ചനേരത്ത് പള്ളിയിൽ ആൾത്താരപാലൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആൾത്താരയുടെ തൊട്ടടുത്ത് ക്ലാസിക്കാലുമ പോയി മുട്ടുകുത്തി ഈശോയോട് ഞാൻ അങ്ങനെ എൻ്റെ സങ്കടം പറയാൻ തുടങ്ങി. എൻ്റെ ഈശോയെ, എൻ്റെ പെങ്ങൾക്ക് എന്താ പറ്റിയേ? എൻ്റെ പെങ്ങൾക്ക് എങ്ങനെ നിന്നെ മറന്ന് അങ്ങനെ പോകാൻ പറ്റുക? ഞാൻ ഈശോയോട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കൊച്ചച്ഛൻ എൻ്റെ പുറകെ വന്നിട്ട് പുറത്ത് തട്ടിയിട്ട് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് സങ്കടവും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഈശോയോട് പറഞ്ഞാൽ മതിയിടാ, നീ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പൊക്കോ. അങ്ങനെ ഞാൻ ഏകദേശം 1 മണിക്കൂർ നേരം ഈശോയുടെ അടുത്ത് പറഞ്ഞ് പിന്നെ എനിക്കൊരു സമാധാനമൊക്കെ ആയിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെങ്ങൾ കുട്ടീനെയും കൊണ്ട് ആ അപ്പച്ചൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം. അപ്പം ഞാൻ അവളോട് സൗഹൃദവും സ്നേഹമൊക്കെ ഉള്ളതിൻ്റെ ബേസിൽ ഞാൻ അവളോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് എങ്ങനെയാടി ഈശോനെ മറന്നു പോകാൻ പറ്റുക? അവൾ പെട്ടെന്ന് കരഞ്ഞു. അപ്പം അതുവരെ പിടിവാശി കാണിച്ച് നിന്നിരുന്ന ആ ബന്ധു ഞാനിത് ചോദിച്ചപ്പോൾ തന്നെ കരയും, അതുമാത്രമല്ല ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് മാറാനൊക്കെ തീരുമാനമെടുത്തു. അവൾ നന്നായി പഠിച്ച് പിന്നീട് നല്ല ഉന്നത വിജയമൊക്കെ നേടി. ഞങ്ങൾ മത്സരിച്ച് പഠിക്കുമായിരുന്നു. വന്നോട്ട് എനിക്ക് ഒരു കൗൺസിലിംഗ് സെഷൻസ് വരുമ്പോൾ, പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള കുട്ടികൾ മാതാപിതാക്കൾ അവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ മനഃശാസ്ത്രം പറയുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എല്ലാവരും കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിക്കും, ആ കുട്ടിയോട് ചോദിക്കും, മോളെ, നിനക്ക് എങ്ങനെയാണ് നിൻ്റെ ഈശോനെ ഉപേക്ഷിച്ച് ഇങ്ങനെ പോകാൻ പറ്റുക? നീ ഒരു 7 ദിവസം ഒന്ന് ഈശോയോട് ചോദിച്ചു നോക്ക്, ഈശോയെ, നിന്നെ മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. നീ ഒറ്റയ്ക്ക് ഇരുന്ന് ബൈബിളൊക്കെ വായിച്ചിട്ട് കുറച്ച് നേരം ഈശോയുടെ അടുത്ത് അല്ലെങ്കിൽ കുർബാനയ്ക്ക് മുടങ്ങാണ്ട് 7 ദിവസം ഒന്ന് പോയി പ്രാർത്ഥിക്കുക.
എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ അങ്ങനെ വന്നു പോയ കുട്ടികളെയൊക്കെ ഈശോ ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ടുള്ള അനുഭവങ്ങളേ ഉള്ളൂ. എൻ്റെ കൗൺസിലിങ്ങിൻ്റെ വലിയ പത്രാസൊന്നും അല്ലതൊന്നും, അത് ഈശോ ഇടപെട്ടിട്ടുള്ളതാണ്. ആർക്ക് സാധിക്കും സ്നേഹബന്ധം മുറിക്കാൻ? എല്ലാം മറന്ന് ആ ആളെ എന്ന് വിചാരിച്ച് മരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ പോലും ഈശോയോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ രണ്ടാമത് വീണ്ടും വരുമ്പോൾ ആ കുട്ടിയിൽ വരുന്ന മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുർബാന, അതിലുള്ള ഈശോയുടെ സാന്നിധ്യം, ഇതാണ് നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കുട്ടി പോലും നശിച്ചു പോവില്ല. ഈശോ പറയണില്ലേ, എൻ്റെ അരികിലേക്ക് വരുന്നവന് ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ആ ഈശോ ഇന്നും സജീവനായിട്ട് ഈ വിശുദ്ധ കുർബാനയിലുണ്ടല്ലോ. ആ ഈശോയോട് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? നമ്മുടെ കൂടെയുള്ള എമ്മാനുവേൽ, ആ ഈശോ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എത്ര പ്രതിസന്ധി വന്നാലും നമുക്ക് ആ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാം. സക്കറാരിയിലെ ഈശോ ആയിരിക്കട്ടെ നമ്മുടെ അഭയകേന്ദ്രം, അഭയശില. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ ആൾത്താര ബാലനായിട്ടൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളി തോന്നിയിരുന്നു. അച്ഛനെപ്പോലെ, ബലിയർപ്പിക്കുന്ന വൈദികനെ പോലെ കരങ്ങളിൽ ഈശോയെ എടുക്കണം. ആ ഉൾവിളി എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടന്നെങ്കിലും എനിക്ക് ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ രൂപത സെമിനാരിയിലെ ദൈവവിളി ക്യാമ്പിന് പോയി. പക്ഷെ എനിക്ക് എന്തോ അന്ന് ഭയങ്കര ചുമ വന്നു തുടങ്ങി. ആ ചുമ കാരണം കൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ റെക്ടറച്ഛനോട് ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസരം പോയി. ഞാൻ വിചാരിച്ചു അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വരാമെന്ന്. പക്ഷെ എന്നിട്ട് വന്നിട്ടും എന്നോട് പറഞ്ഞു, നീ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് സന്യാസ സഭയിലൊക്കെ ചേർന്നോ, ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായെങ്കിലും എൻ്റെ അങ്കിളുമാർ 5 പേര് അച്ഛന്മാരുണ്ട്. എൻ്റെ അമ്മാമ്മയുടെ പുണ്യാട്ടോ അത്. ആ അച്ഛന്മാരിൽ CMI സഭയിലുണ്ടായിരുന്ന അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനിവിടെ പോരേടാ. അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേർന്നത്. സെമിനാരിയിൽ ഞാൻ സന്തോഷമായിട്ടായിരുന്നു എനിക്ക് എൻ്റെ ജീവിതമൊക്കെ പോയിരുന്നത്. 10 വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വ്രതബദ്ധ ജീവിതം എടുത്ത് തീരുമാനിക്കേണ്ട സമയം. നിത്യവ്രതം ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് 40 ദിവസത്തെ ക്ലോസ്ഡ് റിട്രീറ്റ് ഉണ്ട് അതിനൊരുക്കമായിട്ട്. അവസാനമായിട്ടുള്ള തീരുമാനമാണ് തമ്പുരാൻ്റെ കൂടെ തമ്പുരാനെ മാത്രം സ്നേഹിച്ച് ജീവിക്കണം എന്നുള്ളത് പോലെ. ആ 40 ദിവസത്തെ ധ്യാനത്തിലെ അന്ന് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വന്ന അച്ഛൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ജോർജെ തീരുമാനമൊക്കെ ഉറപ്പിച്ചോ? ഞാൻ പറഞ്ഞു, ആ പിന്നെ ഇല്ലാണ്ട് അച്ഛാ, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഉറപ്പിച്ചതാന്ന് പറഞ്ഞ് വലിയ പത്രാസ് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഇന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ അച്ഛാ? ജോർജിൻ്റെ ചുണ്ടും എന്തൊരു നിറവ്യത്യാസം കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ചുണ്ടുമ്മയോ? അപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ണാടിയിൽ പോയിട്ട് ചുണ്ടൊന്നും ഇങ്ങനെ ആക്കി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഉള്ളിൽ വെള്ള നിറം കാണും. ശരിയാണല്ലോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇതെന്തൊട്ട് അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ വേഗം പോയി കാണും. സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നെ ആകെ പരിശോധിച്ചു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ടെൻഷൻ വല്ലതുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ടെൻഷൻ? വേറെ വല്ലയിടത്തും ശരീരത്തിൽ വെള്ള കളർ വല്ല തോന്നുന്നുണ്ടോ? ഏയ്, ഇത് വിറ്റിലിഗോൻ്റെ ആരംഭമാണ്, ഞാൻ മരുന്ന് എഴുതി തരാം, ഓയിൽമെൻറ്റ് പറ്റിയിട്ട് സൺബാത്തൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ഞാൻ എന്തൊട്ട് ഇത് ഈ അസുഖം? എൻ്റെ ഈശോയെ. ഞാനപ്പോൾ ചോദിച്ചപ്പോൾ ഡോക്ടർ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി വെള്ളപ്പാണ്ടിൻ്റെ ആരംഭമാണ്. ഞാൻ എൻ്റെ ഈശോയോട് അപ്പം തന്നെ പിണങ്ങി. കാരണം കുർബാനയ്ക്ക് കൊടുക്കുമ്പോഴൊക്കെ കയ്യുമ്മൊക്കെ വെള്ളപ്പാണ്ടായി ആരും എൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ.
എന്തുട്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ ഇതാർക്കും ഇല്ലല്ലോ എന്ന്. ഡോക്ടർ പറഞ്ഞു, ഇത് പാരമ്പര്യ സൂക്കേടൊന്നുമല്ല, ഇത് വിറ്റാമിൻ ഡി കുറയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ സമാധാനപ്പെടുത്തിയൊക്കെ വിട്ടെങ്കിലും എനിക്ക് ടെൻഷനായില്ലേ. അന്നുണ്ട് ഉറങ്ങാൻ പറ്റണു. മാത്രമല്ല എനിക്കുള്ളിലൊരു പേടിയുമുണ്ട്. എൻ്റെ ബാച്ചിൽ ഏറ്റവും നല്ലൊരു ബ്രദറായിരുന്ന ബ്രദർ നടുവേദന മാറാത്ത കാരണം നിത്യവ്രതം ചെയ്യിക്കാണ്ട് ആ ബ്രദറിനെ വീട്ടിലേക്ക് വിട്ടിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പാണ്ട് സൂക്കേടുന്നും കൂടിയും പ്രോൺഷാളച്ചനോട് ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിടില്ലേ. സംഗതി ആ ബ്രദറിന് ദൈവവിളിയൊന്നും പോയില്ല കേട്ടോ. ആ ബ്രദർ അത് കഴിഞ്ഞ് ഒരു രൂപതയിൽ ചേർന്ന് ഞങ്ങളെക്കാളും മുമ്പ് അച്ഛനായി എന്ന് മാത്രമല്ല ബിഷപ്പ് പോലും ആയി. ഇതാണ് ദൈവവിളിയുടെ വലിയ ഒരു രഹസ്യം. ദൈവം വിളിച്ചിട്ടുള്ളവരെ ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല. നമ്മൾ നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി വെല്ലുവിളികൾ വരുമ്പോൾ. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം ഉറക്കം പറ്റാണ്ടായപ്പോൾ ഞാൻ പള്ളിയിൽ പോയി ആൾത്താരയുടെ സക്രാരിയുടെ ഇടയിൽ ഉള്ള സ്ഥലത്തിരുന്ന്, ഈശോയെ നീ എന്തെങ്ങനെ എന്നോട് ചെയ്തേ, ഈ അവസാന സമയത്ത് ഈ സൂക്കേട് വരുത്തിയത് എന്തിനാ ഈശോയെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു വിചാരം വരുന്നുണ്ട്. എന്തുട്ടാണിത് എന്നിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ ചർമ്മം മുഴുവൻ അഴുകിപ്പോയാലും മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും. അപ്പം ഞാൻ എവിടെയൊക്കെ കേട്ടേണേ. ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിൻ്റെ തൊലി മുഴുവൻ അങ്ങനെ വ്രണങ്ങളായപ്പോൾ പറയുന്ന ഒരു വചനം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഗ്ലാമറായിട്ട് ഇരിക്കണില്ലേ, ആ വചനം ഈശോ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്നപ്പോൾ എന്നെ സുഖപ്പെടുത്തിയ വചനം. അത് മരുന്നോ ലേപനമോ അല്ല, പ്രത്യുത എൻ്റെ വചനമാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. ഈശോ എന്നെ വിളിച്ചു ഈശോയുടെ ഹൃദയമുള്ള ഒരു വൈദികനാകാനാണ്, ഒരു സന്യാസ വൈദികനായിട്ട് ജീവിക്കാൻ തമ്പുരാൻ എന്നെ വിളിച്ചത്. CMI സഭയിലൂടെ ആ ജീവിതം നയിക്കാനാണ്. അതെന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ല കുറവുകളുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമായി, അതുകൊണ്ട് മാത്രം എന്നെ ഈശോ വിളിച്ചതാണ്. ഞാൻ ആദ്യത്തെ വർഷം 2002 പട്ടം കിട്ടിയിട്ട് ഒരു ഇടവകപ്പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരുന്നു. അന്ന് ഓരോ ദിവസവും ഇടവകജനത്തിന് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എന്തൊരു അനുഭവമായിരുന്നു എന്നാ. അവരൊക്കെ എൻ്റെ അടുത്തേക്ക് വിഷമങ്ങളും വേദനകളായിട്ടൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അവരെയും കൊണ്ട് സക്രാരിയുടെ അടുത്തേക്ക് പോകാറ്. അവിടെ ഇരുന്നു കൊണ്ട് അവരെ കേൾക്കുമ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് ഉത്തരം കൊടുക്കുമ്പോഴും ഈശ്വരനിലൂടെ സംസാരിക്കും. അങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഓരോ മുള്ളുംകെട്ടുകളായിട്ട് വരുന്ന ആളുകളെ പോലും ഈശോയുടെ സന്നിധിയിലിരുത്തി, ദിവ്യകാരുണ്യ സന്നിധിയിലിരുത്തി ആ മുള്ളുകെട്ട് ഇറക്കി വെച്ച് വിടാൻ, ഏത് കുലുമാല് പിടിച്ച കേസായാലും ഈശോ അത് ആശ്വസിപ്പിച്ചും ധൈര്യപ്പെടുത്തിയൊക്കെ വിടുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ വിശ്വാസം ഓരോ ദിവസവും കൂടി വന്നു. പിന്നെ എൻ്റെ മനസ്സ് യുവജനങ്ങളെ നേടണമെന്നൊക്കെയായി. അങ്ങനെ ഞാൻ കുറേ യുവജനങ്ങളുടെ കൂട്ടുകാരനായിട്ടൊക്കെ ജീവിച്ച കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അച്ഛനാവാനായിട്ടുള്ള ആഗ്രഹമുള്ള കുട്ടികളെ കണ്ടെത്തണമെന്ന് എന്നോട് എൻ്റെ അധികാരി പ്രോൺഷാളച്ചൻ പറഞ്ഞു. ആ ഉത്തരവാദിത്തം 10 വർഷത്തോളം സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. 1072 പേര് ഇപ്പോൾ വൈദികരാണ്. ദൈവം എന്തൊരു വലിയ കൃപയാണ് എനിക്ക് തന്നത്. അവർക്ക് വേണ്ടി, അവരെ വിളിച്ച ഈശോയ്ക്ക് വേണ്ടി സഭയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രോൺഷാളച്ചൻ എന്നോട് പറഞ്ഞു, നമ്മുടെ സേവനഗിരി എന്ന് പറയുന്ന ആശ്രമത്തിൽ ആരും പോവാനില്ല മോനെ. അവിടെയുള്ള മാനസിക രോഗികളെയും
അവിടെയുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടികളെയും പ്രായമായവരെയും അവർ വീൽ ചെയറിലുള്ളവരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനായിട്ട് 3 മാസമെങ്കിലും ഒന്ന് അവിടെ പോയി നിൽക്കുക. അവിടുത്തെ അച്ഛന് വയ്യാണ്ടായിട്ട് ആശുപത്രിയിലാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്തൊരു പ്രശ്നം പിടിച്ച പരിപാടിയാണ് ദൈവമേ. എന്നാലും ഞാൻ വിചാരിച്ചു പോയി നോക്കാം, എൻ്റെ അധികാരി എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അനുസരണവ്രതം എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ മൂട്ടയുടെ നിറയാണ്. എൻ്റെ എവിടെ ഇരുന്നാലും മൂട്ട കടിക്കും. ആരുടെ കട്ടിലും ഒന്ന് പോയിരുന്നു കഴിഞ്ഞാൽ മേലെ മുഴുവൻ മൂട്ടയാവും. കുർബാന ചെല്ലുമ്പോൾ തക്സയുടെ ഉള്ളിൽ പോലും മൂട്ടേനെ കണ്ടിട്ട് ഞാൻ പറ്റില്ല. പിന്നെ അവരവിടുത്തെ ഓളി, ബഹളം, മണം എല്ലാം കൂടിയായപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറക്കമില്ല. ഞാൻ എൻ്റെ പ്രോൺശാളച്ചനോട് പറഞ്ഞു, പ്രോൺശാളച്ച എനിക്കിവിടെ പറ്റില്ല, ഞാൻ അവിടെ വല്ല കോണിച്ചോട്ടിലായാലും വന്ന് കിടന്നോളാം, എനിക്ക് ദൈവവിളി പ്രൊമോട്ടറായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അച്ഛനോട് പറഞ്ഞു 1 മാസം കൂടി നോക്ക്. അങ്ങനെ ഞാൻ 1 മാസം കൂടി അങ്ങോട്ട് വലിച്ചെത്തിച്ചു. എൻ്റെ ഉറക്കം പോണ രാത്രികൾ അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചു ഇതെൻ്റെ അവസാനത്തെ സെൻഡ് ഓഫ് മാസമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഞായറാഴ്ച ഞാൻ കുർബാന ചൊല്ലുമ്പോൾ അന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർമാരോട് പറഞ്ഞു, എല്ലാവരെയും നമുക്ക് കുർബാനയിൽ ഇരുത്തണം, ഞാൻ ഇന്നത്തോടെ കൊടുത്ത് അവസാനിപ്പിച്ച് പോകും. സിസ്റ്റർമാർ പറഞ്ഞു, അച്ഛൻ പോയ പിന്നെ ഇവിടെ ആരുള്ളത്? ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പറ്റില്ല, ഇവിടെ എൻ്റെ ഉറക്കം പോയി ഒടുങ്ങി, എൻ്റെ മാനസികാരോഗ്യം നഷ്ടപ്പെടും, ഞാൻ അത്യാവശ്യം മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, എന്നെ സെൽഫ് കെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവരെ പോലെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂട്ടാക്കാണ്ട് കുർബാനയ്ക്ക് ഞാൻ എല്ലാവരെയും കുളിപ്പിച്ചൊക്കെ കൊണ്ടുനിർത്തി. അപ്പോൾ അതിലൊരു കുട്ടി തോമസ് ഉണ്ടായിരുന്നു കേട്ടോ. അവന് എന്താണെന്ന് വെച്ചാൽ ജന്മനാ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒന്നും കിട്ടാത്ത കുട്ടിയാണ്. വയറ്റിൽ നിന്ന് പോയി ഇതൊക്കെ എടുത്ത് കളിക്കും. അപ്പോൾ ഞാൻ അവനെ ദിവസവും 3-4 പ്രാവശ്യം കുളിപ്പിച്ച് ഞാൻ വാശിക്ക് അവനെ സ്നെഗ് കെട്ടിയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ അവനെ അന്ന് കുർബാനയ്ക്ക് കൊണ്ടുനിർത്തി, വീൽ ചെയറിൽ സ്നെഗൊക്കെ കെട്ടിയിട്ട് ഇരുത്തിയതാണ്. അപ്പോൾ അവന് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഭയങ്കരമായിട്ട്. കുർബാനയുടെ ഇടയിൽ ശബ്ദം ഉയർത്തി പാടുമ്പോഴൊക്കെ അവർക്ക് പാടുമ്പോൾ ഞാൻ അവനെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അവൻ കുർബാനയിൽ പങ്കെടുത്തോട്ടെ, നല്ല രീതിയിലൊക്കെ പോവുണ്ടായിരുന്നു. കൂദാശവചനത്തിൻ്റെ സമയത്ത് എനിക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ഞാൻ ഈശോനെ കയ്യിലെടുത്തിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന നേരത്തെ അവനൊരു ഓളിയിട്ടിട്ട് ഒരു സാധനം എടുത്ത് എറിഞ്ഞോളൂ ആൾത്താരമ്മയ്ക്ക്. എന്നിട്ടാ വയറ്റിൽ നിന്ന് പോയതാണ്. എൻ്റെ ഈശോയെ, എൻ്റെ പരിശുദ്ധമായ ആൾത്താരയിൽ ഞാൻ കരഞ്ഞു പോയി പെട്ടെന്ന്. എനിക്ക് പിന്നെ ഒന്നും ചൊല്ലാനോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഞാൻ ആകെ വിഷമിച്ചിട്ട് കണ്ണടച്ച്, ഈശോയെ എനിക്ക് ഈ കുർബാനയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞ് പറയാൻ നോക്കാം. കയ്യിൽ തിരുവോസ്തി കയ്യിലെടുത്ത് കഴിഞ്ഞാൽ താഴെ വെക്കണേക്കാലം മുമ്പ് പൂർത്തിയാക്കണ്ടേ. ഞാൻ ആരെ വിളിക്കും ഈശോയെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത വരാണ്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്യാതിരുന്നാൽ നീ എനിക്കാണ് ചെയ്യാതിരിക്കുന്നത്, നീ എന്നെ ഉപേക്ഷിച്ച് പോണത്. പെട്ടെന്ന് എൻ്റെ കരച്ചിൽ മാറി. എനിക്ക് സഹതാപമല്ല, എനിക്ക് എന്താണെന്ന് പറയുക, പശ്ചാത്താപത്തോടു കൂടിയുള്ള വാവിട്ടുള്ള കരച്ചിലായി. ആ കരച്ചിൽ കേട്ടപ്പോൾ എല്ലാ പേഷ്യൻസും കരയാനായി തുടങ്ങി. അവിടെ കൂട്ടക്കരച്ചിലായി. ഞാൻ കണ്ണടച്ച് പിടിച്ച് എൻ്റെ ഈശോയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് എൻ്റെ മൂക്കിലേക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പോലെ. ഞാൻ കണ്ണടച്ച് നിൽക്കണ കാരണം കൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, എൻ്റെ സിസ്റ്റർ വന്ന് മദറെങ്ങാനും വന്ന് വൃത്തിയാക്കി പെർഫ്യൂം അടിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കുർബാന തുടർന്നാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ചിട്ട് നല്ലപോലെ ഒരു ചിരിയൊക്കെ വരുന്നു തോന്നി, നല്ല കുളിരനുഭവപ്പെടുന്നു. ഞാൻ കണ്ണ് തുറന്നേ എൻ്റെ കയ്യിലുള്ള തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം അവിടെ ഞാൻ കണ്ടത് അന്ന് കുളിപ്പിച്ച് പൗഡറിട്ട് സുന്ദരക്കുട്ടനായിട്ട് മോണെ കാണിച്ച് ചിരിക്കണ ആ തോമാസിൻ്റെ മുഖം. ഞാനങ്ങോട്ട് വിറച്ചിട്ട് തിരിച്ച് തോമാസിനെ ഇരുത്തിയോടത്തേക്ക് നോക്കി. അപ്പോൾ തോമാസിൻ്റെ മുഖത്ത് വട്ടത്തിൽ തിരുവോസ്തിയുടെ പ്രകാശം. എനിക്കിത് നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ, പക്ഷേ ഇതെൻ്റെ അനുഭവമാണ്.
അന്ന് ഞാൻ അനുഭവിച്ച ആ കുളിര് കോരുന്ന അനുഭവം, അഭിഷേകം എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽ 12 കൊല്ലം വരെ ഇതുവരെ എനിക്ക് എൻ്റെ മക്കളായിട്ട് അവരെ ശുശ്രൂഷിക്കാൻ പറ്റി. അന്ന് എനിക്ക് കിട്ടിയ ആ ദൈവസ്നേഹാനുഭവം, അല്ലെങ്കിൽ ആ മക്കളെ സ്നേഹിക്കാനുള്ള വലിയ കൃപ, അത് ഇന്നോളം ദൈവം എന്നിൽ നിന്ന് തിരികെ എടുത്തിട്ടില്ല. അതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെ തന്നെ ശുശ്രൂഷിക്കണേ എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എനിക്കെൻ്റെ മൂക്കിൽ ആ പൊട്ടമണമൊന്നും തോന്നാണ്ടായി, എനിക്ക് അറപ്പില്ലാതായി. അവർ നന്ദിയില്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ ഒന്ന് അവരുടെ അവസ്ഥയല്ലേ, രോഗാവസ്ഥയല്ലേ, ഒന്ന് തല്ലി കിട്ടിയാലും എനിക്ക് വേദനിക്കില്ല എന്നുള്ള പോലെയായി. എനിക്ക് എത്ര മക്കളെ ദൈവം തന്നത് അങ്ങനെ. ഇന്നോളം ആ അനുഭവം കിട്ടിയ പിന്നെ ദിവ്യകാരുണ്യം ജീവകാരുണ്യമാകാനുള്ളതാണെന്ന് ഈശോ എന്നെ പഠിപ്പിച്ചത്. ഇത് ഞാൻ സെമിനാരിയിൽ പഠിച്ചതല്ല കേട്ടോ. ഓരോ ദിവസവും കുർബാനയിൽ ഈശോയുടെ അടുത്ത് ഈശോയെ സ്നേഹിച്ച് ശക്തി നേടി ഈ മക്കളെ ശുശ്രൂഷിക്കാൻ പോകും. ആ സ്ഥാപനം നടത്തുമ്പോൾ എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് എനിക്ക് അവരെ ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ല. അതുപോലത്തെ സ്നേഹാനുഭവം ഉണ്ട് എനിക്ക് ഈശോ തന്നത്. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ 12 വർഷം ഞാൻ എൻ്റെ ആശ്രമത്തിൽ ഇങ്ങനെ മനസ്സിന് മുറിവേറ്റ മക്കളോട് കൂടി ജീവിക്കുമ്പോൾ എൻ്റെ ശക്തിയും എൻ്റെ ബലവും ദിവ്യകാരുണ്യനാഥനായിരുന്നു. കുറേ പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. ഞാൻ അവരെ ആരെയും അടച്ചു പൂട്ടിയിടാറില്ല. അവർക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ സുഖപ്പെടുക? അപ്പോൾ ചിലപ്പോഴൊക്കെ അവരെ കാണാതെയാവും, അവർ പുറങ്ങിപ്പോകും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വലിയ വേദനയും ടെൻഷനും ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ ആദ്യം ചെയ്യാറ് പോലീസിനെ അറിയിക്കും, പിന്നെ വേഗം വീട്ടുകാരോടോ ആരോടൊക്കെ ചോദിക്കും ചുറ്റുപാടുള്ള. പക്ഷേ അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യം നടക്കാണ്ടായപ്പോൾ ഞാനൊരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു, ഈശോയുടെ അടുത്തിലേക്ക് തന്നെ. അന്ന് മുതൽ ഞാൻ ദിവ്യകാരുണ്യം എന്ന് വിളിച്ചു വെച്ച് മക്കളെ മണിയടിച്ച് വിളിച്ചു വരുത്തി എല്ലാവരോടും പറയും, ഞാൻ ദേ നമ്മുടെ ഒരാൾ കാണാണ്ടായി, വേഗം കിട്ടാൻ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കുക. ആരാധന തുടങ്ങിയിട്ടെടുത്താൽ മതി, അവർ പ്രാർത്ഥിക്കും നന്നായിട്ട്. അങ്ങനെ 1 മണിക്കൂറാകുമ്പോഴേക്കും എവിടെന്നെങ്കിലും ഫോൺ കോൾ വരും. അച്ഛൻ്റെ ആശ്രമത്തിലത്തെ ആൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒളിച്ചിരുന്നോടത്തുനിന്ന് ചിലപ്പോൾ എഴുന്നേറ്റ് വരും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. പണമില്ലാതെ വന്നിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വൈകുന്നേരം 6 മണിക്ക് വിളിച്ചു വെച്ച ആരാധന 7 മണിയായപ്പോഴേക്കും ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ പച്ചക്കറിയും തൃശ്ശൂരിൽ നിന്നൊരു ചേട്ടൻ വന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ദിവ്യകാരുണ്യനാഥൻ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ശക്തി, ആ ഒരു ധൈര്യം ഇന്നും ആ മക്കളെ സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത്. ഈശോ നമ്മളെല്ലാവരെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വിളിക്കുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദിവ്യകാരുണ്യം നഷ്ടപ്പെട്ടാൽ, വിശുദ്ധ കുർബാന ഇല്ലാതായാൽ സഭ തകരും. ഈശോയെ നമുക്ക് ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടും ഇന്നും ജീവിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാൻ സാധിക്കട്ടെ. അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.